എല്ലാവർക്കും ഇത് നമ്മുടെ ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21. അപ്പോൾ ഇന്നലെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ അന്നദാനത്തിനുള്ള പന്തലൊക്കെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നടപ്പന്തൽ അതും ആർച്ചിൻ്റെ അവിടെ മുതലുള്ളതൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് മേൽഭാഗം ഇടാനുണ്ട്. ഇന്നത്തോടു കൂടി ഏകദേശമൊക്കെ ആവും. പിന്നെ ഉൾഭാഗത്തേക്ക് ഫ്രണ്ടിൽ നമ്മുടെ നടവശത്ത് വലിയ മാറ്റം ഒന്നുമില്ല. ഇന്നലെ തന്നെ അത് ഏകദേശം കഴിഞ്ഞിരുന്നു. പന്തൽ ഇട്ട് കംപ്ലീറ്റ് ആയിരുന്നു. കണ്ട ഇന്നലത്തെ പോലെ തന്നെ അത്യാവശ്യം എല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അവിടുത്തെ പണികളൊക്കെ എന്തായാലും ഇന്നത്തോടു കൂടി അത്യാവശ്യമൊക്കെ കഴിയും. രാവിലെ ശിവയുള്ള സമയത്ത് എത്തി ഞാൻ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു വീഡിയോയിൽ. ഇതിപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ ഭാഗമാണ്. ശിവയിൽ വരണ സമയമാണ് ഇപ്പോൾ. അതിലാ ഗ്യാപ്പിൽ കൂടെ നല്ല ഭംഗിയല്ലേ അവിടെ കാണാനായിട്ട്. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ആ പാരജാതത്തിൻ്റെ തറയും അവിടെ ആ ഇടനാഴിയൊക്കെ നല്ല രസമുണ്ട് കാണാനുണ്ട്. ശിവയിൽ ഇപ്പോൾ അതിൽ പോകുന്നുണ്ട്. ഞാൻ പിന്നെ ആ സമയം ഉള്ളിലേക്ക് തൊടാനായിട്ട് കയറി. അവിടെയും ഇപ്പോൾ ആദ്യം ആൾക്കാരൊന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ ഉള്ളിലെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. കാരണം ഇന്നിപ്പോൾ ഇങ്ങനെയായിരുന്നാലും ഇപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ പന്തലിൻ്റെ പണി തുടങ്ങുമായിരിക്കും. ഉള്ളിലും അത്യാവശ്യം എല്ലായിടത്തും ഷീറ്റൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഫുൾ കവർ ചെയ്ത് രീതിയിൽ ഷീറ്റ് ഇടാറുണ്ട് ഉൾവശത്തും. നമ്മുടെ അവിടുത്തെ സുരേന്ദ്രൻ ചേട്ടൻ അവിടെ കിടന്ന് മാല കെട്ടുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴിപാടിൻ്റെ ആരും ഉണ്ടായില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് പോയപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ കാരണം നമുക്ക് അമ്പലത്തിൻ്റെ ശരിക്കുള്ളൊരു ഇടയ്ക്കുള്ള ഭംഗിയുള്ള ആ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് ചില കൊത്തുപണികൾക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റി. അല്ല, ഇപ്പോൾ ആ പെയിൻറ്റിങ് പണി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ക്ലിയറായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ എടുക്കാം. പിന്നെ മുന്നേ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അതൊക്കെ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു. കണ്ട എല്ലായിടത്തും നല്ലോണം പെയിൻറ്റിങ് ചെയ്ത കാരണം ചെറിയ ഉള്ള പടങ്ങളൊക്കെ ക്ലിയറായിട്ട് കാണാം. ഉത്സവത്തോടനുബന്ധിച്ച് ചെയ്യണ കാരണം കുറച്ച് നാളുമ്പോഴേക്കും അത് ഇതായി പോവും. ആ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ഏത് പഴയ ഇപ്പോൾ പുരാതനമായിട്ടുള്ള അമ്പലങ്ങളായാലും കൊത്തുപണികളും മറ്റൊക്കെ കുറേ കാണാനുണ്ടാവും. അന്നത്തെ പണ്ട് കാലത്തെ പണികളൊക്കെ. അപ്പോൾ നമ്മുടെ അമ്പലത്തിലും ഒരുപാടുണ്ട് ഇതുപോലെ ചുറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ, ഇന്നെടുത്തതല്ല. അപ്പോൾ എന്തായാലും അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്ക് ഇത് പാലാഴി വദനത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അവിടെ അമ്പലത്തിൽ. അപ്പോൾ കുറച്ച് കിട്ടിയതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, കിഴക്കേ നടയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇത്. ആ പുഴയിലേക്ക് പോണ ഭാഗം അങ്ങനെ കുറച്ച്. പിന്നെ മുന്നേ ഇതുപോലെ രതിച്ചേട്ടൻ മുകളിൽ വെച്ചിട്ട് കയറി അവിടെ കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെയും ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. കണ്ടതൊക്കെ കാണാൻ നല്ല രസമാണ്. ശരിക്കും ഒന്ന് പണി ക്ലിയറാക്കി പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇതായിട്ട് കാണാൻ പറ്റും അതൊക്കെ. അതായത് ഇപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ, ആർച്ചിൻ്റെ അവിടെ ഉള്ളത്. അംഗനവാടിയുടെ ആ ഭാഗം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നത്തോടു കൂടി ഒന്നും കൂടി ഉള്ളിലൊക്കെ ആവും ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ.
രാവിലെ സമയം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സമയമില്ല ജോലിക്കൊക്കെ പോകണ കാരണം. എന്നാലും ഞാൻ പരമാവധി പറ്റുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ ആയിട്ട് ഉത്സവത്തിനായി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അതിനായിട്ട് ഒരു സമയത്ത് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗമൊക്കെ അത്യാവശ്യം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കടകളും ഇതൊക്കെ വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണിക്കാം.